ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ കുറേ പച്ചമാങ്ങ തന്നു വിട്ടു. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇത് വെച്ച് നല്ലൊരു രസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മാങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ റെസിപ്പി ഒന്നുമല്ല, ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഹീറ്റ് ഓഫ് ചെയ്തു. ഇൻ ദ മീൻ ടൈം ഒരു ചെറിയ സവാള എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. Lazy kisses we're unable to escape this cozy bubble where we're lost in each other's troubles. Time slows down when you're around. Feel the rhythm of our hearts pound. In the quiet we find a groove. Lost in love, no need to move. It's a love, no need to move. It's a lazy weekend, just you. കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം. അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. എൻ്റെ ക്യാമറമാൻ ബൂബുവാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ബൂബു കറക്റ്റായിട്ട് അതിനൊരു അഭിപ്രായം പറയും. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ എല്ലാ ഫുഡും ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ബൂബുവാണ്. ബൂബു കറക്റ്റായിട്ട് അതിന് അഭിപ്രായം പറയും. ദാദി ഇതിന് ടേസ്റ്റ് ഉണ്ട്, ദാദി ഇതിൽ ഉപ്പ് വേണം, അങ്ങനെയൊക്കെ പറയും. ഇനി നമ്മൾ കടുക് താളിക്കാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ വെളിച്ചെണ്ണ ഈ തണുപ്പ് കാരണം ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കടുക് ഇട്ടു, പിന്നീട് ഉലുവ ഇട്ടു, പിന്നീട് വെളുത്തുള്ളിയും കൂടി ഇട്ടു. സംഭവത്തിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഇനി കുക്കർ തുറന്നു നോക്കാം. മാങ്ങയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലെ പൾപ്പൊക്കെ മാറ്റി വെള്ളവും ചേർത്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കാം. ഇതിൽ തൊലിയും സീഡൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കായം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് ചൂടാക്കണ്ട കേട്ടോ, ഇത് പച്ചയായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. രസം ഞാൻ കുടിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാണാനൊരു ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ മെയിൻ അഡ്മയറർ ബൂബുവിന് ഞാൻ കൊടുത്തു. സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നി. നമ്മൾ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഈ പച്ചമാങ്ങ രസം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.